60 പിന്നിട്ട എല്ലാവർക്കും പോഷകാഹാര കിറ്റ് സൗജന്യമായി നൽകി മാതൃക തീർക്കുകയാണ് മലപ്പുറം നഗരസഭ. നഗരസഭാ പ്രദേശത്തെ 60 വയസ്സ് പൂർത്തിയായ ആളുകൾക്ക് APL, BPL വ്യത്യാസമില്ലാതെ ഹോർലിക്സ്, ബൂസ്റ്റ്, ഓട്സ്, കോൺഫ്ലെക്സ്, റാഗിപ്പൊടി, അവിൽ തുടങ്ങിയ 6 ഇനങ്ങളുള്ള കിറ്റാണ് നഗരസഭ നൽകുന്നത്. നഗരസഭാ പ്രദേശത്ത് 6043 പേരാണ് ഇതിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ളത്. കാണാം വയോജന സംരക്ഷണ പ്രവർത്തന മേഖലയിലെ മലപ്പുറം മാതൃക. സംസ്ഥാനത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു പദ്ധതി മലപ്പുറം നഗരസഭ യാഥാർത്ഥ്യമാക്കുകയാണ്. നഗരസഭയിലെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും പോഷകാഹാര കിറ്റ് സൗജന്യമായി നൽകുകയാണ്. APL, BPL വ്യത്യാസമില്ലാതെ. ചെയർമാൻ മുജീബ് കാടേരി നമ്മോടൊപ്പം ചേരുന്നു. വളരെ വേറിട്ടൊരു പദ്ധതി, 3ാം തവണ അത് ആവർത്തിക്കുകയാണ്. എന്താണ് ഇങ്ങനൊരു പദ്ധതി നടപ്പാക്കാനുള്ള കാരണം? ഈ 60 വയസ്സ് കഴിഞ്ഞ നഗരസഭാ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും, അത് APL, BPL വ്യത്യാസമില്ലാതെ, സാധാരണ പദ്ധതികൾ എപ്പോഴും നമ്മുടെ BPL സൊസൈറ്റിയിൽപ്പെട്ട ആളുകൾക്കും അല്ലെങ്കിൽ പിന്നോക്കമായിട്ടുള്ള റിസർവേഷനുള്ള ആളുകൾക്ക് കിട്ടുള്ളൂ. ഇതിന് ഇടത്തരമുള്ള ആളുകൾക്ക് ഒരു ആനുകൂല്യം, ഒരു പദ്ധതി ലഭ്യമല്ല. ഈ കൗൺസിൽ വന്ന് ഉടനെ ഇതിനാലോചിച്ചത് ഇതിന് എല്ലാവർക്കും പരിഗണിച്ച് നൽകാൻ കഴിയുന്ന പദ്ധതി ഏതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാർഗരേഖയിൽ ഇതിന് പ്രൊവിഷൻ ഇല്ല എന്നറിയുന്നത്. മാർഗരേഖയിൽ പ്രൊവിഷൻ ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പദ്ധതികൾ അംഗീകരിക്കുന്ന ഇന്നോവേറ്റീവ് അപ്രൂവൽ കമ്മിറ്റി ഉണ്ട്. നൂതന പദ്ധതികൾ അംഗീകരിക്കുന്ന കമ്മിറ്റി മുമ്പാകെ സമർപ്പിച്ച് അവരുടെ മുമ്പിൽ നമ്മൾ ഈ പദ്ധതിയുടെ യുക്തി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ പദ്ധതി അനുവദിച്ച് ലഭിക്കും എന്നുള്ളൊരു വിവരം ലഭ്യമായതിന്റെ അടിസ്ഥാനത്തിൽ കലക്ടർ അധ്യക്ഷനായ സമിതിയുടെ മുമ്പാകെ ഈ കാര്യം അവതരിപ്പിച്ചു. അവർ വളരെ അനുഭാവപൂർവ്വം ഈ പദ്ധതിയെ അംഗീകരിക്കുകയും മറ്റുള്ളിടത്ത് കൂടി നടപ്പിലാക്കാൻ കഴിയുന്ന രീതിയിലാണെന്നുള്ള പ്രശംസയോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ആ പദ്ധതി നടപ്പിലാക്കിയത്. 6 ഇനങ്ങളാണ്: ഹോർലിക്സ്, ബൂസ്റ്റ്, കോൺഫ്ലെക്സ്, ഓട്സ്, റാഗിപ്പൊടി, അവിൽ. അങ്ങനെ 6 ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഇത്തരത്തിൽ 6043 പേരാണ് ഈ വർഷം അർഹരായിട്ടുള്ള വയോജനങ്ങൾ നഗരസഭയിൽ അപേക്ഷ നൽകിയത്. അപേക്ഷ നൽകിയ മുഴുവൻ ആളുകളെയും ഒരാളെ പോലും ഒഴിവാക്കാതെ ഈ പദ്ധതി ഇവർക്ക് കൊടുക്കുകയാണ്. ഇതിന് വലിയൊരു ചെലവ് വരുന്നില്ല. എങ്ങനെയാണ് ഫണ്ട് കണക്കാക്കുക? ഇത് നഗരസഭയുടെ പ്ലാൻ ഫണ്ടും ഓൺ ഫണ്ടും, നഗരസഭയുടെ സ്വന്തം വിഹിതം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, പ്ലാൻ ഫണ്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് വികസന പ്രവർത്തനങ്ങൾക്ക് മറ്റ് സോഴ്സുകൾ കണ്ടെത്തി നഗരസഭയിൽ ലഭ്യമായ പ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ ക്ഷേമ പ്രവർത്തനങ്ങൾ കൊടുക്കുക എന്നുള്ള ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ ഈ പദ്ധതി വിഭാവനം ചെയ്ത് ഇപ്പം നടപ്പിലാക്കിയത്. എത്ര ചെലവ് വന്നിട്ടുണ്ട്? ഉദ്ദേശം ഒരു കിറ്റിന് 1000-ലേറെ രൂപ വരുന്നുണ്ട്. കൺസ്യൂമർ ഫെഡിന്റെ നേതൃത്വത്തിലാണ് കിറ്റ് തയ്യാറാക്കിയത്. 6043 പേർക്ക് ഉദ്ദേശം 60 ലക്ഷത്തോളം വരുന്ന രൂപ. അതിൽ തന്നെ കൺസ്യൂമർ ഫെഡ് നൽകാവുന്ന രീതിയിൽ കോമ്പറ്റീറ്റീവ് ടെൻഡർ ക്ഷണിച്ചാണ് അവർക്ക് കൊടുത്തത്. ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കിടയിൽ ടെൻഡർ ക്ഷണിച്ചു. സപ്ലൈകോ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു. ഏറ്റവും കുറവ് തുക കോട്ട് ചെയ്ത കൺസ്യൂമർ ഫെഡാണ്. 60 ലക്ഷത്തോളം വരുന്ന പ്രോജക്റ്റിൽ അവർ ടെൻഡർ കോട്ട് ചെയ്തതിനു ശേഷം 50 ലക്ഷത്തിൽ ചില്ലറ രൂപയാണ് അന്തിമമായി നഗരസഭയ്ക്ക് ഈ വിഹിതമായി ഈ പദ്ധതിക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വരും. സംസ്ഥാനത്ത് മറ്റേതെങ്കിലും നഗരസഭ ഇങ്ങനെ ചെയ്തതായിട്ട് വല്ല അറിവുണ്ടോ? ഇല്ല, നഗരസഭകൾ ഇതിന്റെ ഡീറ്റെയിൽ ചോദിച്ച് എല്ലാവരും പല നഗരസഭകളും കോൺടാക്ട് ചെയ്യാറുണ്ട്. കാരണം ഇങ്ങനെ പദ്ധതി നടപ്പിലാക്കാനുള്ള പ്രൊവിഷൻ ഇല്ലാത്തതിനാലാണ് ഇത് നടപ്പിലാക്കാൻ കഴിയാതെ പോയത്. മറ്റ് നഗരസഭകളും ഇപ്പോൾ ഇതിന്റെ ഈ മാർഗരേഖയിൽ പെടാത്തതിനാൽ ഇന്നോവേറ്റീവ് അപ്രൂവലിന് കൊടുത്തിട്ടുണ്ട്. ഈ വർഷം ചില നഗരസഭകൾ കൂടി നടപ്പിലാക്കുമെന്ന് കേൾക്കുന്നുണ്ട്. സംസ്ഥാനത്ത് നിലവിൽ ഇതുവരെ ഇത്തരത്തിലുള്ള പ്രീമിയം ഭക്ഷ്യ കിറ്റ് കൊടുത്തത് നമ്മുടെ മലപ്പുറം നഗരസഭ മാത്രമാണ്. നമുക്ക് ഇനി ഇതിന്റെ ഗുണഭോക്താക്കളുടെ കൂടി പോവാം. എങ്ങനെയുണ്ട് ഈ ഒരു കിറ്റ് കിട്ടിയപ്പോ എന്ത് തോന്നി? സന്തോഷമായോ? മുൻപ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടോ? കഴിഞ്ഞ തവണയൊക്കെ കിട്ടിയിട്ടുണ്ടോ? മുമ്പ് കിട്ടിയിട്ടുണ്ട്. എന്താണ് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. സന്തോഷമായോ? സന്തോഷമായി. ഇതിന് മുമ്പ് ഈ ഹോർലിക്സും ബൂസ്റ്റൊക്കെ മക്കളൊക്കെ വാങ്ങി തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ആദ്യമായിട്ട് കഴിക്കുന്നതിന്റെ സന്തോഷം ഉണ്ടാവും അല്ലേ? നമുക്ക് മുതിർന്ന അംഗങ്ങൾ കൂടി ഉണ്ട് ഇവിടെ. പറഞ്ഞു കൊടുക്കാം. ചെയർമാൻ ഈ കിറ്റ് തന്നതുകൊണ്ട് വളരെ ഒരു ഉപകാരമായി. കുട്ടികൾ, പേരക്കുട്ടികളൊക്കെ കിട്ടിയതിനെ പറ്റി ഭയങ്കര സന്തോഷമായി അല്ലേ? ഇനി മുമ്പ് ഹോർലിക്സും ബൂസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടോ? വീട്ടിൽ നിന്ന് കഴിക്കാറുണ്ട്. അപ്പൊ ഇത് കുട്ടികൾ കൊണ്ടുപോകുമോ? ഇല്ല, കുട്ടികൾ കുറച്ചു കൊടുക്കണം. എന്താണ് സന്തോഷമായോ? സന്തോഷമായി. കിറ്റും കിട്ടിയപ്പോ അല്ലേ? ഫയർ കിറ്റ് കിട്ടിയപ്പോ ഇപ്പൊ ഹോർലിക്സും ബൂസ്റ്റൊക്കെ കഴിക്കാലോ അല്ലേ? കൊടുക്കോ? കുറച്ച് കൊടുക്കണ്ടേ അല്ലേ? കുറച്ച കുട്ടികൾക്ക് കൊടുക്കും. എല്ലാരും കൂടി ആയിട്ടാണ് കഴിച്ചു. എന്താണ് മുമ്പേക്ക് പറയാനുള്ളത്? സന്തോഷം. കിറ്റ് കിട്ടിയതിൽ വളരെ സന്തോഷം. നമുക്കൊരു പരിഗണന കിട്ടിയ പോലെ ഉണ്ടല്ലേ? തീർച്ചയായും എല്ലാവർക്കും വളരെ സന്തോഷമാണ് പങ്കുവയ്ക്കാനുള്ളത്. മറ്റ് നഗരസഭകൾക്കും മാതൃകയാക്കാവുന്ന ഒരു പദ്ധതി തന്നെയാണ് മലപ്പുറം നഗരസഭ ഇവിടെ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. എന്നാണെങ്കിലും സമാനമായ രീതിയിലുള്ള പുതിയ പദ്ധതികൾ നഗരസഭയുടെ പ്ലാനിലുണ്ട് എന്നുകൂടിയാണ് നഗരസഭ ചെയർമാൻ പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. അഖിലോട്ട് പറയൊപ്പം CB അനുമോദ്, ന്യൂസ് 18.